India is my country. All Indians are our brothers and sisters. പാരന്റ്സിനെ കൊണ്ട് ചെയ്യിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ബുക്ക് നോക്കി കോപ്പി ചെയ്യാനുമാണെങ്കിൽ പിന്നെ എന്തിനാ ഹോംവർക്ക് തരുന്നേ? സ്കൂളിൽ പഠിച്ച കാര്യങ്ങള് നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഹോംവർക്ക് തരുന്നത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ? രാഹുൽ, വൈ ആർ യു ലേറ്റ്? സ്കൂൾ വൈകി വരാൻ പാടില്ലെന്ന് അറിയാവോ? വൈകി വരുന്ന കുട്ടികൾക്ക് പനിഷ്മെന്റ് ഉണ്ടെന്ന് അറിയില്ലേ? അതുപോട്ടെ, ഹോംവർക്ക് ചെയ്തോ? സോറി മാം, മറന്നുപോയി. ഹോംവർക്കും ചെയ്യില്ല, വൈകിയും വരും. ഒരു കാര്യം ചെയ്യ, ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്യും. അവിടെ ഇരുന്ന് ചെയ്താൽ മതി. അതിനുശേഷം ക്ലാസ്സിലേക്ക് കയറ്. ഡു ഫാസ്റ്റ്, വേഗം ആവട്ടെ. ഹോംവർക്ക് ചെയ്തിട്ട് വാ. ഹോംവർക്ക് ചെയ്യാതെ ഒരാൾക്കും ക്ലാസ്സിലിരിക്കാന്ന് വിചാരിക്കേണ്ട. അയ്യോ, അമ്മേ, അമ്മേതാ വിളിക്കാനേ? അമ്മേ, അമ്മേ, ശോത അമ്മ എവിടെ പോയി കിടക്കണേണ്? അമ്മേ, അമ്മേ, അമ്മ ഇവിടെ കിടന്നുറങ്ങുകയാണോ? ഇത്ര നേരമായിട്ട് എന്താ അമ്മ എഴുന്നേക്കാത്ത? ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അമ്മേ. അമ്മ തന്നെ വിളിക്കാനേ? അമ്മയ്ക്ക് തീരെ വയ്യ മോനെ, വല്ലാത്ത ക്ഷീണം, ഒട്ടും വയ്യ. അയ്യോ, നല്ല പനിയുണ്ടല്ലോ അമ്മേ. ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോവും. അമ്മ ഒരു കാര്യം ചെയ്യട്ടെ, സ്കൂളിൽ വിളിച്ച് പറയട്ടെ, മോൻ ഇന്ന് പോകണ്ട, അമ്മയ്ക്ക് വയ്യ. വേണ്ട അമ്മേ, ഞാൻ സ്കൂളിൽ പോയിക്കോളാം. ഇതുവരെ ഞാൻ സ്കൂളിൽ ഈ വർഷം ലീവ് എടുത്തിട്ടില്ല. സ്കൂളിൽ പോണം. എന്നാ ശരി മോനെ, പക്ഷെ ഭക്ഷണത്തിന് എന്ത് ചെയ്യും? അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. വേണ്ട അമ്മേ, അമ്മ കടന്നോ. ഭക്ഷണത്തിന് വേണ്ടല്ല, ഞാൻ ചെയ്തോളാം. നീയോ? അമ്മ കളിയാക്കണ്ട. അമ്മ ഇത് ചപ്പാത്തിയും പരിപ്പൊരിയാണ്. എനിക്ക് കണ്ടിട്ട് തോന്നും ഞാൻ കഴിച്ചു മടുത്തത്. മോനെ, നീ എന്താ അങ്ങനെ പറയണത്? അപ്പ എത്ര നാൾ കൂടിയാ വന്നതാ? അപ്പയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഇത് ഉണ്ടാക്കിയത്? നീ ഒന്ന് ക്ഷമിക്കേ. അമ്മയുടെ പൊന്നു, ഇന്നിത് കഴിക്കേ.
ഈ കറിക്കെന്താ ഇങ്ങനത്തെ നിറം? എനിക്ക് ഈ കറിയൊന്നും വേണ്ട. ചിക്കൻ കറിയാണ്. ഇന്ന് ചിക്കൻ വറക്കാന്. മോനെ, നിനക്ക് നിന്റെ ലഞ്ച് ബോക്സുകൾ ഒന്ന് കഴുകി വെച്ചൂടെ? 7ാം ക്ലാസ്സിലായില്ലേ നീ? എന്തുമാത്രം പാത്രങ്ങളാണ് അമ്മയ്ക്ക് കഴുകാനുള്ളത്. അമ്മ ഒന്ന് പോയേ. പാത്രം കഴുകാനൊന്നും എനിക്ക് പറ്റില്ല. അമ്മക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. അതേടാ, ഞാനിവിടെ വെറുതെ ഇരിക്കുവാ. ഞാൻ ഇല്ലാതാവുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ. രാഹുൽ, ആ ജഗ്ഗിലൊന്ന് വെള്ളം നിറച്ച് വെച്ചേ. ഒന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല അമ്മേ. അമ്മേ, ഞാൻ കുളിക്കാൻ പോണേട്ടാ. അമ്മേ, അമ്മ ഞാൻ ഫുഡ് ഓടെ വെച്ചിട്ടുണ്ടേ. ഓക്കെ മോനെ, സ്കൂളിൽ പോണേ. ശരി. And question B, 10/15. Okay, do these problems in your notebook. Rahul, come. രാഹുൽ, നീ സാധാരണ വൈകി വരാറില്ലല്ലോ മോനെ. ഹോംവർക്കും ചെയ്യുന്നതാണ്. ഇന്നെന്ത് പറ്റി? മിസ്സേ, അതെന്റെ അമ്മക്ക് തീരെ വയ്യായിരുന്നു. നല്ല പനിയായിരുന്നു. അപ്പൊ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിണ്ടായിരുന്നില്ല എന്റെ അമ്മ. ഞാനാണ് ഭക്ഷണം പാചകം ചെയ്ത് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ്സിലെത്താൻ ലേറ്റ് ആയത്. നീ നേരത്തെ പറയായിരുന്നത് എന്തേ? പറയണ്ടേ, പറഞ്ഞാലേ അറിയൂ. സോറി ഡിയർ, ഈ പണിഷ്മെന്റ് നിനക്ക് അർഹതപ്പെട്ടതായിരുന്നില്ല. ഇല്ല മിസ്സേ, ഈ പണിഷ്മെന്റ് എനിക്ക് അർഹതപ്പെട്ട തന്നെയാണ്. കാരണം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നറിയൂ. ആ കഷ്ടപ്പാടൊന്നും ഞാൻ ഇതുവരെ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടില്ല. ആ കഷ്ടപ്പാട് ഞാൻ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ. എന്നിട്ടും എൻ്റെ അമ്മ ഒരു പരുവുമില്ലാതെ എനിക്ക് വേണ്ടതെല്ലാം ഇതുവരെ നേടി തന്നിട്ടുണ്ട്. മിസ്സേ, പണിഷ്മെന്റ് എനിക്ക് അർഹതപ്പെടാണ് മിസ്സേ. ഈ ഒരു കാര്യം കൊണ്ട് ഇന്ന് നീ വലിയൊരു പാഠമാണല്ലോ പഠിച്ചത്. ഗുഡ് ബോയ്, ഐ എം പ്രൗഡ് ഓഫ് യു ഡിയർ. ഇന്നും പച്ചക്കറിയാണ്. ചോദിച്ചാൽ പറയും തോട്ടത്തിൽ നിന്നാണെന്ന്. എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, നീ പറയല്ലേ. അമ്മ എത്ര കഷ്ടപ്പെട്ടാന്നറിയോ പച്ചക്കറി എങ്കിൽ പച്ചക്കറി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി തരുന്നത്. നിന്നുള്ള സ്നേഹത്തിലാണ് നിന്റെ അമ്മ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി തരുന്നത്. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഈ കറികളെല്ലാം കഴിക്കാം. അമ്മേ, 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 അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? പനിയെല്ലാം മാറി? ഓക്കെ ആയോ? കുഴപ്പമില്ല മോനെ, അമ്മയ്ക്കിപ്പോ ഓക്കെ ആയിട്ടുണ്ട്. മോൻ എങ്ങനെയുണ്ടായിരുന്നു സ്കൂളില്? ഇന്നലെ കണ്ണു തുറപ്പിച്ച ദിവസമായിരുന്നു അമ്മേ. അതെന്താ മോൻ അങ്ങനെ പറഞ്ഞത്? അത് ഞാൻ പിന്നെ പറയാം. എന്നാ മോൻ ഒരു കാര്യം ചെയ്യ്, കൈയും മുഖവും കഴുകി ഡ്രസ്സൊക്കെ മാറി വാ. അമ്മ ചായ ഉണ്ടാക്കി വെക്കാട്ടോ. അപ്പോഴേക്കും മോനിന്ന് എന്തോരം കഷ്ടപ്പെട്ടതാ.
അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ. അമ്മയുടെ കഷ്ടപ്പാടെല്ലാം ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത് അമ്മേ. ഐ ലവ് യു അമ്മേ. അമ്മയോളം സ്നേഹം നമ്മിൽ ആരും ഇതുവരെ നിറച്ചിട്ടില്ല. ആകാശത്തോളം വാശിയുള്ള നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഭൂമിയോളം ക്ഷമിക്കുന്ന, ആരാലും അംഗീകരിക്കപ്പെടാതെ സ്വയം ജീവിതം ജീവിച്ചു തീർക്കുന്ന ഓരോ അമ്മ മനസ്സിനും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു.